നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് 1,00,00,000 വരെ എണ്ണുവാൻ എത്ര സമയം, എത്ര ദിവസം വേണം? മിക്കവാറും പേരും ഇതിനെപ്പറ്റി ചിന്തിച്ചു കാണും. 1 സെക്കൻഡിൽ 1 സംഖ്യ വീതം എണ്ണിയാൽ 115.7 ദിവസം വേണം. അതും 24 മണിക്കൂറും ഇടവിടാതെ അല്പം പോലും വിശ്രമിക്കാതെ എണ്ണിയാൽ 1 സെക്കൻഡ് കൊണ്ട് എണ്ണാനാകുന്ന സംഖ്യ എത്ര വരെ എന്ന കാര്യവും ഓർക്കുക. പറഞ്ഞു വന്നത് ഇതാണ്: 33 കോടി ദേവതമാർ. സാധാരണക്കാരന്റെ ഒരു ജന്മം തന്നെ തീർന്നു പോകും ഇത്രയും ദേവതമാരുടെ പേര് മാത്രം ഉച്ചരിക്കുമ്പോൾ തന്നെ, അല്ലേ? സത്യത്തിൽ ആരൊക്കെയാണ് ഈ 33 കോടി ദേവതമാർ? 33 കോടി ദേവതകൾ എന്ന പ്രയോഗം ഹിന്ദുധർമ്മത്തിൽ വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്ന് മാത്രമാണ്. ഇതിന് പ്രധാന കാരണം നമ്മുടെ പുരാണങ്ങളും വേദങ്ങളുമെല്ലാം സംസ്കൃതത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുണ്ടായ അബദ്ധങ്ങളാണ്. ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ശിവലിംഗം എന്ന പദം. പലരും ശിവലിംഗത്തെ ശിവഭഗവാന്റെ ഗുപ്താംഗമായി തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. ലിംഗം എന്ന പദത്തിന് പുരുഷലിംഗം എന്നും പ്രതീകമെന്നും അർത്ഥമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഫോം പൂരിപ്പിക്കുമ്പോൾ സെക്സ് എന്നതിന് ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നല്ലേ എഴുതാറുള്ളൂ, അല്ലാതെ ദിവസവും ഓരോ തവണ എന്നല്ലല്ലോ എഴുതുന്നത്. അതുപോലെ ഒരു അബദ്ധമാണ് ഇത്. ശിവലിംഗത്തിനെ പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ വളരെ സരളമായി പറഞ്ഞിട്ടുണ്ട്. തികച്ചും അതുപോലെ ഒന്ന് തന്നെയാണ് 33 കോടി ദേവതകളുടെയും കാര്യം. സംശയം ഉണ്ടാകാനും ഹൈന്ദവർക്ക് കാരണമുണ്ട്. ദേവതകൾ, ഉപദേവതകൾ, അവതാരങ്ങൾ എന്നിങ്ങനെയും ഓരോ ഇടത്തിൽ ചെല്ലുമ്പോൾ ഓരോ വ്യത്യസ്ത ദേവന്മാരും സങ്കല്പങ്ങളും, ഓരോ പുതിയ കഥകളും, അല്ലേ? ദക്ഷിണ കേരളത്തിലെ ഒരു വ്യക്തി ഉത്തര കേരളത്തിലേക്ക് ചെന്നാൽ അവർക്കും പുതിയ പേരും കഥകളും ഉള്ള ദേവന്മാരെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ തിരിച്ചും. ഇതൊക്കെ ആകുമ്പോൾ സംശയം വരിക തന്നെ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. വേദങ്ങളിൽ ഇതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് ആദ്യം നോക്കാം. ത്രയസ്ത്രിംശത് കോടി ദേവ എന്നാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. സംസ്കൃതത്തിൽ കോടി എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് സാധാരണ സംഖ്യയായി ഉപയോഗിക്കുന്ന കോടി, 10 മില്യൺ. രണ്ടാമത്തേത് തരം, വിഭാഗം, വിഭാഗീകരണം എന്നാണ് അർത്ഥമാവുന്നത്. അപ്പോൾ ഇവിടത്തെ ത്രയസ്ത്രിംശത് കോടി ദേവ എന്നതിന്റെ അർത്ഥം 33 ഉച്ച വിഭാഗത്തിൽപ്പെട്ട ദേവതകൾ എന്നാണ്. എന്തായാലും ഇത് 33 കോടി അഥവാ 330 മില്യൺ ദേവതമാർ എന്ന് തീർച്ചയായും അർത്ഥമല്ല. ഇത് തീർച്ചയായും വിവർത്തനം ചെയ്തപ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യം തന്നെയാണ്. 33 ഉച്ച വിഭാഗത്തിലുള്ള ദേവതകൾ ആരൊക്കെയെന്ന് നോക്കാം. 12 ആദിത്യർ, 11 രുദ്രർ, 8 വസുക്കൾ, 2 ദേവതമാർ. അതിലൊന്ന് ഇന്ദ്രൻ, മറ്റേത് പ്രജാപതി. പിന്നീട് പുരാണ പരമ്പരകളിൽ അനേകം ദേവദേവത രൂപങ്ങൾ, ശക്തികൾ, അവതാരങ്ങൾ എന്നിവയെ ഉൾപ്പെടുത്തി 33 കോടി ദേവതന്മാർ എന്ന ആശയം ജനപ്രിയമായി പ്രചരിച്ചു. വേദപരമായ വ്യാഖ്യാനത്തിൽ 33 കോടി എന്നത് 33 ദേവതന്മാർ എന്നാണ് ആചാര്യവര്യന്മാർ വിശദീകരിക്കുന്നത്. ആദ്യം നമുക്കിതിൽ 12 ആദിത്യന്മാർ ആരൊക്കെയെന്ന് നോക്കാം. 12 ആദിത്യന്മാർ സൂര്യന്റെ 12 ദിവ്യ സ്വരൂപമായാണ് കണക്കാക്കുന്നത്. 1 വിവസ്വാൻ, 2 ആര്യമാൻ, 3 പുഷൻ, 4 ത്വഷ്ട, 5 സവിത, 6 അഗ, 7 ദാത്ത,
8 വിധാത, 9 വരുണൻ, 10 മിത്രൻ, 11 ശക്രൻ, 12 വിഷ്ണു. പുരാണങ്ങളിൽ ഇവരെ അതിഥിയുടെ പുത്രന്മാരായി വിവരിക്കുന്നു. വർഷത്തിലെ 12 മാസങ്ങളായും ഇവരെ ബന്ധിപ്പിച്ച് കാണാനാകും. ഇനി 11 രുദ്രന്മാർ ആരൊക്കെയെന്ന് നോക്കാം. 11 രുദ്രന്മാർ. ഏകാദശ രുദ്രൻ എന്നത് മഹാദേവന്റെ 11 സ്വരൂപങ്ങളെയാണ്. 1 കപാലി, 2 പിങ്കള, 3 ഭീമൻ, 4 വിരൂപാക്ഷ, 5 വിലോഹിത, 6 ശാസ്ത, 7 അജപാത, 8 അഹിർബുദ്ധിന്യ, 9 ശംഭു, 10 ചണ്ഡ, 11 ഭവ. ചില ഉപനിഷത്തുക്കളും ആചാര്യവര്യന്മാരും 11 രുദ്രന്മാരെ ശരീരത്തിലെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 1 മനസ്സ് ഇവയുടെ പ്രതീകമായും വ്യാഖ്യാനിക്കുന്നു. ഇനി അഷ്ടവസുക്കൾ ആരൊക്കെയെന്ന് കൂടി നോക്കാം. വസു എന്ന വാക്കിന് സമ്പത്ത്, പ്രകൃതിയിലെ അടിസ്ഥാന ശക്തി, വാസസ്ഥാനം നൽകുന്നത് എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. പുരാണങ്ങളിൽ സാധാരണയായി പറയുന്ന അഷ്ടവസുക്കൾ ഇവരാണ്. 1 ആപ, അതായത് ജലം. 2 ധ്രുവ, അതായത് ധ്രുവ നക്ഷത്രം, ഇത് സ്ഥിരതയെ സൂചിപ്പിക്കുന്നു. 3-മത്തേത് സോമ അഥവാ ചന്ദ്രൻ. 4-മത്തേത് ധര അഥവാ ഭൂമി. 5-മത്തേത് അനിൽ അഥവാ വായു. 6-മത്തേത് അനൽ അഥവാ അഗ്നി. 7-മത്തേത് പ്രത്യക്ഷ, അതായത് പ്രഭാതം, ഉദയം. 8 പ്രഭാസ, അതായത് പ്രകാശം, തേജസ്. അഷ്ടവസ്തുക്കൾ പ്രകൃതിയുടെ അടിസ്ഥാന ഘടകങ്ങളെയും ശക്തികളെയും പ്രതിനിധീകരിക്കുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, പ്രകാശം, സമയം തുടങ്ങിയ ലോകത്തെ നിലനിർത്തുന്ന ശക്തികളുടെ ദൈവീക സ്വരൂപങ്ങളായാണ് ഇവരെ കാണുന്നത്. ഇന്ദ്രദേവനെ പറ്റിയും പ്രജാപതിയെ പറ്റിയും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. 12 ആദിത്യർ, 5 രുദ്രർ, 8 പശുക്കൾ, ഇന്ദ്രൻ, പ്രജാപതി. ഇവർ ചേർന്നാണ് വേദങ്ങളിൽ പറയുന്ന 33 ഉച്ച വിഭാഗത്തിൽപ്പെട്ട ദേവന്മാർ. സംശയം ദൂരീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.